സ്നേഹമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ഉറപ്പ് വേണം, ഒരു നല്ല ഉറപ്പ്. എന്താണ് ഉറപ്പ്? വെറുതെ വായുവിൽ ഇടിക്കുന്നത് പോലെയല്ല, വെള്ളത്തിൽ എഴുതുന്നത് പോലെയല്ല. നീ വ്യക്തമായ ഉറപ്പുണ്ട്, ഇതെനിക്ക് കിട്ടുന്ന കാര്യമാണ്. ഇപ്പം നമുക്ക് ജീവിതത്തിൽ ഈ ഉറപ്പ് പ്രാർത്ഥനയിൽ എപ്പോഴും വേണം. ദൈവം സാധിച്ചു തരുന്നു എന്നുള്ള ഉറപ്പ്. ഒരു പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ കത്തുകൾ തരുന്നു. ഒരു പ്രത്യേക കവറിൻ്റെ പുറത്ത് വെണ്ടയ്ക്ക മുഴുപ്പിൽ ഒരു അഡ്രസ്: ടു മിസ്റ്റർ ദൈവം, സ്വർഗം വിയോ, ആകാശം വഴി, ഫ്രം ഭൂലോകം എന്ന് പറഞ്ഞ് ഒരു അഡ്രസ്. പോസ്റ്റ്മാൻ കവർ പൊട്ടിച്ചപ്പോൾ ഒരു കൊച്ചു കുട്ടിയുടെ അഭ്യർത്ഥനയാണ് എഴുതിയിരിക്കുന്നു: ദൈവമേ, അപ്പന് വാദം, അമ്മയ്ക്ക് ചുമ, ചൂടാൻ കുടയില്ല, ഉടുക്കാൻ തുണിയില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, എഴുതാൻ പേനയുമില്ല. നീ പാവങ്ങളെ കരുതുന്ന ദൈവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇന്നും നീ ഞങ്ങളെ കരുതുന്ന ദൈവമാണെങ്കിൽ താഴെ പറയുന്ന അഡ്രസ്സിൽ 200 രൂപ മണിയോടെ അയച്ചതെന്ന് നിന്റെ സ്നേഹം ഒന്ന് കാണിക്കണം. പോസ്റ്റ്മാൻ എടുത്തു ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പ്രാർത്ഥന. കാശില്ലാത്ത പോസ്റ്റ്മാൻ പല്ലോട് കടം മേടിച്ചപ്പോൾ 100 രൂപ കിട്ടി. ഈ അഡ്രസ്സിലേക്ക് 100 രൂപ അയച്ചു കൊടുത്തു. എന്നിട്ട് താഴെ കുറിച്ച് വെച്ചു: മോനെ, അത്യാവശ്യം വരുമ്പം ദൈവത്തോട് പറഞ്ഞാൽ മതി, ദൈവം മറക്കുകയില്ല, തുണയ്ക്കുമെന്നുള്ള ഉറപ്പുണ്ട്. സ്വന്തം ദൈവം, സ്വർഗം വിയോ, ആകാശം വഴി. 2 ആഴ്ച കഴിഞ്ഞു. പോസ്റ്റ്മാൻ കത്തുകൾ തപ്പുമ്പോൾ ഒരു പ്രത്യേക കവർ, വെണ്ടയ്ക്ക മുഴുപ്പിൽ ഒരു അഡ്രസ്: ടു മിസ്റ്റർ ദൈവം, സ്വർഗം വിയോ, ആകാശം വഴി. കുഞ്ഞിൻ്റെ പരിഭവമാണ്: ദൈവമേ, നീ അന്നം തരുന്നവനാണ്, വെള്ളം തരുന്നവനാണ്, പരിപാലിക്കുന്നവനാണ്, എല്ലാം അറിയാം. നിന്നോട് 200 ചോദിച്ചാൽ 400 നീ തരുന്ന ദൈവമാണെന്നും അറിയാം. പക്ഷേ കള്ള പോസ്റ്റ്മാൻ നീ അയച്ച 200-ൽ 100 എടുത്തിട്ട് ഈ 100 അയച്ചിട്ടുള്ളൂ. അവനെ ഒരു പാഠം പഠിപ്പിച്ചേക്കണം. കയ്യിലെ കാശും പോയി, തെറി പാഴ്സലായിട്ട് പുറകെ വരുന്നു. പ്രാർത്ഥന ഇങ്ങനെയാണ്, ഉറപ്പാണ്. ചോദിച്ചാൽ ചോദിച്ചതുപോലെ കിട്ടിയെന്നുള്ള ഉറപ്പ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന പോലെ ഉറപ്പ്. ഒന്നും പാഴാവില്ല, എല്ലാം തരും ഈ ഉറപ്പ്. ഇതാണ് കുഞ്ഞുങ്ങളുടെ മനസ്സ്. ഈ മനസ്സോടെ നമ്മൾ പ്രാർത്ഥിക്കണം. ചില കാര്യം ഇന്നെനിക്ക് വ്യക്തമല്ല, ഒരു ഇരുട്ട അന്ധകാരമാണ്, പക്ഷെ എങ്കിലും എനിക്കൊരു ഉറപ്പ്, ഇത് മാറും, കിട്ടും. രാത്രി എത്ര നീണ്ടാലും ഒരു പ്രഭാതമുണ്ടാകും എന്ന ഉറപ്പ്. മഴ എത്ര പെയ്താലും ഒരു വേനൽക്കാലം ഉണ്ടാകുമെന്ന ഉറപ്പ്. വെയിൽ എത്ര മുത്താലും ഒരു മഴക്കാലം ഉണ്ടാകും എന്നുള്ള ഉറപ്പ്. ഇതുപോലെ എത്ര നാൾ കാത്തിരുന്നാലും പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തരും എന്നുള്ള ഉറപ്പ്. ഈ ഉറപ്പ് നമ്മുടെ വലിയ ബലമാണ്. ഈ ഉറപ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിൽ അറിയാത്ത മാറ്റങ്ങൾ നമുക്കുണ്ടാകും. ചിലപ്പോൾ ചില കാര്യങ്ങൾ ഉടനെ കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്. സമയം ആയിട്ടില്ല എന്നുള്ള ഉറപ്പ്. ചിലപ്പോൾ പെണ്ണിൻ്റെ 28-ാം വയസ്സിൽ കല്യാണം ആലോചിച്ചു, നടന്നില്ല. ദൈവത്തിൻ്റെ സമയം 32-ാം വയസ്സിലായിരുന്നു. നടക്കും ഈ ഉറപ്പ്. പെരപണിയാൻ വേണ്ടി എല്ലാം കരുതി വെച്ചു, പെരപണി നടക്കുന്നില്ല. ദൈവത്തിൻ്റെ സമയം ആയിട്ടില്ല, ആ സമയത്ത് നടക്കും ഉറപ്പ്. ഈ ഉറപ്പ് ജീവിതത്തിൽ നമ്മൾക്ക് പാലിക്കുക. ഉറപ്പോടെ പ്രാർത്ഥിക്കുക, ഉൾക്കരുത്തോടെ പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ ഇന്നും ഇനിയുള്ള നാളുകളിലും നമുക്കെല്ലാവർക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം.